ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് വാരിക്കോരി നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സർക്കാർ ജീവനക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി അടിച്ചിരിക്കുന്നത്. അതെല്ലാ തവണയും അങ്ങനെയാണ്. മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ സർക്കാർ ജീവനക്കാരെ അമിത പ്രീണനം നടത്തി വശത്താക്കുക എന്നുള്ളതാണ്. പുതിയ ശമ്പള കമ്മീഷനും ഒക്കെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകുമോ ഈ ബജറ്റിലൂടെ? അതിനുള്ള കണഞ്ഞ ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ആ വിധത്തിലൊരു ബഡ്ജറ്റാണ്. അതിലേറ്റവും കൂടുതൽ ബമ്പർ അടിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കാണെന്ന് മാത്രം. ഏതാണ്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അവർക്ക് DA കൊടുക്കാതെ വളരെയധികം വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 20% ശമ്പളം അവരുടേത് DA കിട്ടാത്തതുകൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എത്രയോ കോടികൾ, വലിയൊരു കോടി തുക സർക്കാരിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ DA കുടിശ്ശിക കൊടുക്കാവുന്നതാണ്. ആ വിധത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സർക്കാർ ഇപ്പോൾ DA മുഴുവൻ കൊടുക്കാമെന്ന് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ഗഡു ഫെബ്രുവരി തന്നെ തുടങ്ങും. മാർച്ച് ഇലക്ഷന് മുമ്പായിട്ട് എന്തായാലും DA പൂർണ്ണമായിട്ടും കൊടുക്കുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കം. പിന്നെ ഇതിലും അവസാനിക്കുന്നില്ല. ശമ്പള കമ്മീഷൻ 12ാം ശമ്പള കമ്മീഷൻ ഏതാ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ശമ്പള കമ്മീഷൻ വരുന്നു. അതിനകത്ത് അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കിക്കൊണ്ട് 3 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണ്. ഇവരിറങ്ങുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും. റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ ഇലക്ഷന് ഒരു ഗുണമുള്ളൂ. നടപ്പിലാക്കാൻ പറ്റും. നടപ്പിലാക്കണമെന്നില്ല. നടപ്പിലാക്കുന്നതൊക്കെ പിന്നെ മതി. കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ നടപ്പിലാക്കാൻ നോക്കില്ലല്ലോ. കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ സർക്കാരിന് പഠിക്കണം, പ്ലാനിംഗ് ബോർഡിന് പഠിക്കണം, PNRDക്ക് പഠിക്കണം, ഫിനാൻസിന് പഠിക്കണം, ഒരുപാട് ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിച്ചു, റിപ്പോർട്ട് കിട്ടി എന്നുള്ളതായി. ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഈ അവർക്ക് പാർട്ടിസിപ്പേറ്ററി പെൻഷനായിരുന്നു, പങ്കാളിത്ത പെൻഷനായിരുന്നു. പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഒന്നും കിട്ടാറില്ല എന്നുള്ളതായിരുന്നു സത്യം. ആദ്യമായിട്ട് ഇയർലി പെൻഷൻ വാങ്ങിച്ച് പോയവരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് പലരും ഇറങ്ങിപ്പോയത്. അവർക്ക് 6000 രൂപ 3000 രൂപയൊക്കെയാണ് പലർക്കും കയ്യിൽ കിട്ടിയത്. ഈ 2013 ശേഷം സർവീസിൽ കയറിയവർ, ഇപ്പം നേരത്തെ റിട്ടയർ ചെയ്ത ആൾക്കാർക്കൊക്കെ വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടിയത്. അപ്പോൾ അവരൊക്കെ കണ്ണീരും കയ്യുമായിട്ടാണ് പോയത്. അപ്പോൾ മിനിമം പെൻഷൻ പോലും കിട്ടുന്ന ഒരവസ്ഥയില്ലായിരുന്നു. അപ്പോൾ ഇത് സർക്കാർ ജീവനക്കാർക്ക് വലിയ ഭീതിയായിരുന്നു. ഞങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം പോയല്ലോ. സുഖമായിട്ട് ഏത് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്താലും ഒരു 10,000 രൂപ 15,000 രൂപ 20,000 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവർക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞൊരു പുതിയ സ്കീമിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു. ഇത് കുറേ നാളുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം 2016 മുതൽ പറയുന്നതാണെങ്കിലും 2026 അതും സാധിച്ചിരിക്കുന്നു. അതായത് അഷ്വേർഡ് പെൻഷനായിരിക്കും ഇനി സർക്കാർ ജീവനക്കാർക്ക് കിട്ടുക. ആ പെൻഷൻ നേട്ടമാണ് അവർക്ക്. ആ പെൻഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേയുടെ 50% ഷോറാണ്, ഉറപ്പായും കിട്ടും. ഇപ്പോൾ 1 ലക്ഷം രൂപ പെൻഷൻ, 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാളിന് 50,000 രൂപ പെൻഷൻ കിട്ടും. 50,000 രൂപ ശമ്പളമുള്ള ഒരാളിന് 25,000 രൂപ പെൻഷൻ കിട്ടും. അപ്പം അങ്ങനെ അത് ഇപ്പോൾ 20,000 കുറഞ്ഞ പെൻഷൻ ശമ്പളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും പാർട്ട് ടൈമായി സർവീസിൽ നിന്ന് പിരിയുന്നവർക്ക് പോലും ഒരു 10,000 രൂപ പെൻഷൻ ഉറപ്പാണ്. മേലിലോട്ടുള്ള വലിയ ഉദ്യോഗസ്ഥർക്കൊക്കെ 75,000 രൂപ 80,000 രൂപയൊക്കെ പെൻഷൻ കിട്ടും. അതിനേക്കാൾ കൂടിയ അഡീഷണൽ സെക്രട്ടറിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ തുക പെൻഷൻ കിട്ടും. 1 ലക്ഷം രൂപ അടുപ്പിച്ച് പെൻഷൻ കിട്ടും. അപ്പോൾ പെൻഷൻ തുക വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ട് അപ്പോൾ സർക്കാർ ജീവനക്കാരെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ശ്രമമാണ്. കാരണം ഈ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയാമോ? തിരിച്ചടി ഉണ്ടാവും. നാറ്റിച്ചളയും. സർക്കാരിനെ നാറ്റിച്ചളയും. കാരണം ആശുപത്രി വരുന്നവനോട് ഇവിടെ മരുന്നില്ല, പഞ്ഞിയില്ല, കുഴപ്പം ഒന്നുമില്ല, ഓപ്പറേഷൻ നടക്കില്ല, സ്വന്തമാണ് കുഴച്ചക്കരമാണെന്ന് പറഞ്ഞിട്ട് അവനെ വരട്ടും. ഇത് നിങ്ങൾ സർക്കാർ നോട്ട് ചെയ്തോ, ഇപ്പോൾ മനസ്സിലാവും. ഇത് DA കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മിണ്ടായിരിക്കും, ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഇതൊക്കെ മിണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം ആവശ്യത്തിൻ്റെ ഇരട്ടി പ്ലാറ്റിക്കൊണ്ടിരിക്കും. സിവിൽ സപ്ലൈസ് വരുന്നവരുടെ ഇവിടെ അരിയില്ല, പിന്നെ ഇവിടെ പലചനമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. റവന്യൂവിൽ വരുന്നവനടുത്ത് നിങ്ങൾ പിന്നെ ഇവിടുത്തെ ആനുകൂല്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ജീവനക്കാർ ജനങ്ങളെ വെറുപ്പിക്കാൻ പറ്റുന്നതെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഈ കറക്റ്റായിട്ട് ശമ്പളവും DAയും കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ബുദ്ധിപൂർവ്വം നീങ്ങിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇവരുടെ ഈ പ്രാക്ക് നിർത്തട്ടെ, ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളെ ചീത്ത പറയുന്നതെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വാരിക്കോരി ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഇലക്ഷൻ
ഒരു പ്രലോഭനവും കൂടിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇത് ഡൽഹിയിൽ ഇങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഭരണം പിടിച്ചത്. അവിടെ അധികവും ഡൽഹി സ്റ്റേറ്റിൽ ഇലക്ഷൻ നടന്നപ്പോൾ കെജ്രിവാളിനെ തള്ളിയിടാനായിട്ട് ആദ്യം ചെയ്തതാണ് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ കേന്ദ്ര പെൻഷനും കേന്ദ്ര ശമ്പള പരിഷ്കരണവും എല്ലാം കൂടെ അങ്ങ് കൂട്ടി നടപ്പിലാക്കി അവിടെ കയ്യടി വാങ്ങിച്ചു, നല്ല വോട്ടും കിട്ടി. അതുപോലെ ഇവിടെയും ഈ സർക്കാർ ജീവനക്കാർ എല്ലാം കൂടെ 5% വരുള്ളൂ, പിന്നെ പെൻഷൻകാർ ഒരു 5.5% വരും, ഇതെല്ലാം കൂടെ ചേർത്താൽ 10% വരുള്ളൂ എന്ന് പറയും. പക്ഷേ 10% ആണെങ്കിൽ ഇവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു 4-5 പേരുണ്ട്. അപ്പോൾ ശതമാനക്കണക്കങ്ങ് മാറും. ഇൻറ്റു മനസ്സിലായില്ലേ? ഈ പിന്നെ 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, അല്ല 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, 5 ലക്ഷം പെൻഷൻകാരെന്ന് പറഞ്ഞാൽ അത് തന്നെ 11 ലക്ഷമായി. ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 5 വരുമ്പം ഇത് ഏതാണ്ട് 10-60 ലക്ഷം ആളുകൾ വരികയാണ്. നമ്മുടെ മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഒരു അംഗസംഖ്യ ഇതിലും കിട്ടുകയാണ്. പക്ഷേ ഇതിനോടൊപ്പം ഇപ്പൊ ആശാ വർക്കർമാർക്ക്, അംഗൻവാടി അധ്യാപികമാർക്കൊക്കെ ചെറിയ വർധനവ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുന്നത്ര വിധത്തിൽ വർധനവ് കൊടുത്തിട്ടുണ്ട്. എന്തിന്? ക്യാൻസർ എയ്ഡ്സ് രോഗിക്ക് വരെ 2000 രൂപ പ്രതിമാസം കൊടുക്കുന്ന വിധത്തിൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് 70 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് 90 കോടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ. 90 കോടി നിങ്ങൾക്ക് ഇതാ ഇവിടെ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ കണക്ക്. അതുപോലെ തന്നെ 4 കോടി വിദേശ സ്കോളർഷിപ്പ്, വിദേശത്ത് പോയി പഠനത്തിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പായിട്ട് 4 കോടി. ഇവിടുന്ന് പോകുന്നവനെ ഇവിടെ പിടിച്ചു നിർത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അതാണ് കൂടുതൽ പേരെ തിരിച്ച് അങ്ങോട്ട് വിദേശ സർവകലാശാലകൾ കൊണ്ടുവന്ന് ഇവരെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്നവരാണ്. വിദേശ പഠനത്തിന് 4 കോടി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിരിക്കും. അപ്പം പോകാതെ നിൽക്കുന്നവരെ കൂടെ അങ്ങോട്ട് വിടുകയാണ്. ഇത് കുറെ പേര് ഇങ്ങനെ ഗതികുട്ടി നിൽപ്പുണ്ട്, പോകാൻ പറ്റാതെ, വിദേശ സ്കോളർഷിപ്പ് കിട്ടാതെ പോകാൻ പറ്റാതെ നിൽപ്പുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയാതെ വല്ല വണ്ടിക്കൂലിയെങ്കിലും കിട്ടി അവിടെ പോയി എങ്ങനെയെങ്കിലും നിരങ്ങി അവിടെ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി പണി കിട്ടുമോ? പണി ഇല്ലെങ്കിൽ പലരും ഈ നമ്മുടെ ടി പത്മനാഭൻ പറഞ്ഞ പോലെ 30 വർഷത്തെ ഭരണത്തിന്റെ നേട്ടമായിട്ട് ബംഗാളികൾ ഇവിടെ വന്ന് മേശ തുടയ്ക്കാന്ന് പറഞ്ഞു. പക്ഷെ മലയാളി അവിടെ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് ചെയ്യുന്ന ജോലി ഇതിനേക്കാൾ മോശമാണ്. അവശരായി കിടക്കുന്ന സായിപ്പിന്റെയും മദാമ്മയുടെയും കക്ഷവും മറ്റു ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കുന്ന ജോലിയാണ് ഹൗസ് നേഴ്സ് എന്ന് പറഞ്ഞാൽ. അതാണല്ലോ ഈ ഹോം നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജോലിയിലേക്കാണ് നമ്മുടെ പിള്ളേർ അധികം പോകുന്നത്. അധികം കിട്ടുന്നത് അതൊക്കെയാണ്. കാരണം അവിടെ ഈ വൃദ്ധരെ നോക്കാൻ ആരുമില്ല. വൃദ്ധർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നത് സാഹിബിനൊക്കെ വലിയ മടിയാണ്. വയസ്സായവരെ കാണുമ്പോൾ തന്നെ സാഹിബിൻ്റെ മോന്ത ഒന്ന് മാറും എന്നുള്ളതാണ്. നമുക്കാണ് കുറച്ചുകൂടെ ഈ വൃദ്ധരോടൊരു അല്പം കരുണയും കെയറും ഒക്കെ ഉള്ളത്. അവരെ അതൊന്നുമില്ല. വയസ്സായി കഴിഞ്ഞാൽ വേസ്റ്റ്. അച്ഛനും അമ്മയാണെങ്കിൽ പോലും വേസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ന്യൂജനിലെ ചിലർക്കൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് വരെ വിടുവേല ചെയ്യുന്ന പണികളൊക്കെയാണ് നമ്മുടെ പിള്ളേർ പോയിട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നിന്ന് പിന്നെ അവസാനം എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ഒരു ജോലി ഒപ്പിക്കും. പിന്നെ അവിടുന്ന് കയറി പോകാം എന്നുള്ളതാണ് പിള്ളേരുടെ ധാരണ. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ വൃത്തികെട്ട പണിക്കൊക്കെ അവിടെ പോയി കിടക്കുന്നത്? അല്ല സാറേ, ഇതിവിടെ കിടന്നെങ്ങനെയെങ്കിലും ഒരു സാധനം കിട്ടിയാൽ 5-10 വർഷം ഈ പിന്നെ കഷത്തുടപ്പ് പണിയാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു നല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ കിടപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു 4 കോടി രൂപ ഇപ്പം വിദേശത്തേക്ക് പോയി പഠനത്തിനായിട്ട് സഹായമായിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാരിക്കോരി സർക്കാർ ജീവനക്കാർ മുതൽ യുവാക്കൾ, ന്യൂനപക്ഷങ്ങൾ, ക്യാൻസർ എയ്ഡ്സ് രോഗികൾ വരെ ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടനാട് പാക്കേജ്, പിന്നെ അതുപോലെ തന്നെ വയനാട് പാക്കേജ്, പിന്നെ അതിദാരിദ്ര്യം തീർക്കാനായിട്ട് വീണ്ടും 2 കോടി രൂപ, പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക്, സാംസ്കാരിക കേന്ദ്രം, VS-ന്റെ സ്മാരകത്തിന്, VS-ന് പത്മഭൂഷണിലെ കൊടുത്ത കേന്ദ്രം. അതെ. അപ്പൊ അത് നമ്മൾ സഖാക്കൾ മോശമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 20 കോടി ജീവിച്ചിരുന്നപ്പോൾ അവഗണിച്ചിട്ടിരുന്ന ആളാണ്. കഷ്ടം. ആ കഥ എന്നോട് പറയണ്ട. ഞാൻ VS-ന്റെ മന്ത്രിസഭയിൽ അഡീഷണൽ പ്രൈസ് സെക്രട്ടറി ആയിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തതാണ്. എനിക്കറിയാം അദ്ദേഹം ഭരണത്തിലിരുന്നപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തെല്ലാം ബുദ്ധിമുട്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചുരുണ്ടുകൂടി ഒരു മൂലയ്ക്ക് കിടന്നത്, ആ കാലഘട്ടത്തിലെ അവസ്ഥ ഒക്കെ അറിയാം എനിക്ക്. അതുകൊണ്ട് ജനത്തിന് ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം, സഖാക്കൾക്ക് ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം. എന്തായാലും ഇപ്പോൾ 20 കോടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക. സ്മാരകം, VS സെൻറ്റർ, അങ്ങനെ ഒരു VS സെൻറ്ററും കൂടെ ഉയരും. അങ്ങനെ വിപ്ലവകരമായൊരു ബഡ്ജറ്റ് നമ്മുടെ
ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.